ഞാനൊരു അമേരിക്കൻ സൈനികനായിരുന്ന കാലഘട്ടത്തിൽ പല എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സൈനികരുടെയും കൈകളിലും ശരീരഭാഗങ്ങളിലൊക്കെ പലതരത്തിലുള്ള ടാറ്റു കാണാനിടയായിട്ടുണ്ട്. അതിൽ പലതും കുരിശു യുദ്ധമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടത്, ലക്രോസ് ക്രോസ്, അതല്ലെങ്കിൽ ഡ്യൂൾസ് വൂൾസ്, ജെറുസലം ക്രോസ്, അങ്ങനെ പലതരത്തിലുള്ള ടാറ്റു അതാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യും. ചിലർ കാമുകിയുടെ പേര് എഴുതാം, കാമുകൻ്റെ പേര് എഴുതുന്നവർ പലതും ഉണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ മേത്ത് ടാറ്റു ആയിട്ട് വരച്ചു വെച്ചും, ചിലർ ചെസ്റ്റുമ വരച്ചു വെക്കും ഡ്യൂൾസ് വൂൾസ് എന്നോ അതല്ലെങ്കിൽ ജെറുസലം ക്രോസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുന്ന നിയുക്ത പ്രതിരോധ മന്ത്രി, ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, അദ്ദേഹം ഒരു ഫോക്സ് ന്യൂസ് കോൺട്രിബ്യൂട്ടറാണ്, തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്, കൺസർവേറ്റീവ് റിപ്പബ്ലിക്കനാണ്. അദ്ദേഹം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതേ രീതിയിലാണ്. അദ്ദേഹം ഒരു സൈനികനായിരുന്നു. അഫ്ഗാനിസ്ഥാൻ വാർ, ഇറാഖ് വാറിലൊക്കെ കാലഘട്ടത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരു സൈനികനാണ് അദ്ദേഹം ഈ തൻ്റെ ചിന്താഗതികളിൽ അദ്ദേഹം പലപ്പോഴും കുരിശു യുദ്ധത്തെ പറ്റിയും, കുരിശു യുദ്ധം എന്ന് പറയുന്നത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് റിച്ചാർഡ് ഓഫ് ഇംഗ്ലണ്ട് അദ്ദേഹം ജെറുസലത്തിൽ പോയതും അവിടെ ജെറുസലം പട്ടണത്തിന് വേണ്ടി യുദ്ധം ചെയ്തതും അത് ഇസ്ലാമിക ഇതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഈ കുരിശുദ്ധം നടന്നിരുന്നത്. അപ്പോൾ കുരിശുയുദ്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്തകളും ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഈ ഒരു 2024 കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെയൊരു സന്ദേശം നൽകുമ്പോൾ അത് ലഘുവായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഉത്തരവാദിത്ത സ്ഥാനമാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇനി അദ്ദേഹം ഇതിൽ നിന്നൊക്കെ കോൺഗ്രസിൽ നിന്നും സെനറ്റിൽ നിന്നും ഫേസ് ചെയ്യണം, അദ്ദേഹത്തോട് ചോദ്യോത്തര വേളകളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് അപ്രൂവൽ ആവുന്നത്. ട്രംപ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ രീതികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇത് ചെയ്തിരിക്കുന്നു. ഇനി അദ്ദേഹം ജനാധിപത്യത്തിന്റെ പല നമ്മൾ പറയുന്ന പാർലമെന്റിലും അതൊക്കെ അപ്രൂവ് ആയി വരണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് കുരിശു യുദ്ധം വീണ്ടും തുടങ്ങണം, അതിനൊരു മിലിറ്ററി ഫോഴ്സ് വേണം, പല ജെറുസലം പോലെയുള്ള സിറ്റികൾ തിരിച്ചു പിടിക്കണമെന്നോ, ഇപ്പൊ അറിയാലോ അൽ അക്സ മോസ്ക് ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം എന്നൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ ചിന്താഗതി. ഇതുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടത് ഇപ്പൊ ട്രംപിന്റെ തന്നെ ചിന്താഗതിയിലുള്ള അബ്രാഹമിക് അക്കോർഡും, ജെറുസലത്തിലേക്ക് ടെലവിവിൽ നിന്നും അമേരിക്കയുടെ ഈ ഭരണ കേന്ദ്രം, അത് എംബസിയും കോൺസുലേറ്റ് ഒക്കെ മാറ്റുന്നതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചിന്താഗതി ഏതർത്ഥത്തിലാണ്, എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് ഇപ്പം അമേരിക്കയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വ്യക്തികളിൽ, പ്രത്യേകിച്ച് വെളുത്ത വർഗ്ഗക്കാര്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തികളുടെ മേലെ ഉള്ള ടാറ്റുവിനെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചല്ലോ. പക്ഷെ അവരൊന്നും ഇങ്ങനെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ വെളുത്ത വർഗ്ഗക്കാരെ പറ്റി പ്രതിപാദിക്കുമ്പോൾ അവർ പരസ്യമായിട്ടൊന്നും അങ്ങനെ ഒരു വാദപ്രതിവാദങ്ങളിലോ അതുമായിട്ടുള്ള ചർച്ചകളോ നടത്തുന്നവരോ അല്ല. എന്നാൽ അവരിലുള്ള വിശ്വാസ പ്രമാണവും അവർ ചിന്തിക്കുന്നതും അവരുടെ ടാറ്റുവായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്ന ഓരോ സന്ദേശങ്ങളാണ്. അതിപ്പോൾ അമേരിക്കയിൽ തന്നെ ഇലുമിനാറ്റീസ് എന്നോ ഫ്രീമേസൺസ് എന്നും അങ്ങനെയൊക്കെയുള്ള പല വിഭാഗങ്ങളുണ്ട്, സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്. അത് ഇപ്പം നമ്മളുടെ ഇന്ത്യയിലും ഉണ്ടെന്ന് പറയുന്നു പല ഗ്രൂപ്പുകളും, പല സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പീറ്റ് ഹെഗ്സെത്ത് എന്ന വ്യക്തി എവിടേക്കാണ് അമേരിക്കൻ ഡിഫൻസിനെ കൊണ്ടുപോകുന്നത്? ഏതറ്റം വരെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് അനുവാദം നൽകും? എവിടേക്കായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്? കാരണം ജനുവരി 20 ട്രംപ് അധികാരത്തിലേൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യുദ്ധങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ മധ്യപൂർവേഷ്യയില്. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു ആയിട്ടുള്ള ഇതില് അദ്ദേഹം വളരെയധികം ഇൻവോൾവ്ഡ് ആയിരിക്കും. ആ ജനുവരി 20 തൊട്ട് അങ്ങോട്ട് വളരെയധികം തീരുമാനങ്ങൾ. അമേരിക്കൻ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ഫോഴ്സ്, ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, മെറീൻസ് ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, പിന്നെ ഒരു പുതിയ ഫോഴ്സായിട്ട്
സ്പേസ് ഫോഴ്സ് കഴിഞ്ഞ തവണ ട്രംപ് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത്രയും വലിയൊരു പ്രതിരോധത്തിന്റെ ഒരു 11 വിമാനവാഹിനി കപ്പലുണ്ട്, കാരിയേഴ്സ്. നമ്മൾ കേട്ടിട്ടുള്ള പോലെ USS എന്റർപ്രൈസ്, USS അബ്രഹാം ലിങ്കൺ, അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ 11 ഉണ്ട്. പിന്നെ കുറെ ഇതുകൾ. ഇത്രയും വലിയ പ്രതിരോധത്തിന്റെ ശക്തിയുള്ള വ്യക്തി, അദ്ദേഹം ചെറുപ്പക്കാരനാണ്, 45-50 വയസ്സിനുള്ളിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രായം. ഇത്തരം തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായ ഇദ്ദേഹം ഇങ്ങനെയുള്ള നിലപാടുകൾ ഉള്ളപ്പോൾ എന്താ സന്ദേശമാണത് നൽകുന്നത്? ഇപ്പൊ ഞാൻ ഓർക്കായിരുന്നു മുൻകാലഘട്ടങ്ങളിൽ ജിം മാറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേര് കേട്ട ഒരു മെറീൻ ആയിരുന്നു. അദ്ദേഹം ജനറൽ ആയിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു ട്രംപിന്റെ. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ട്രംപുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെച്ച് പോകുന്ന ഒരു നിലപാടെടുത്തിരുന്നു. ജിം മാറ്റീസ് എന്നാൽ അത്ര യുദ്ധമൊന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നില്ല. ട്രംപ് വ്യക്തിപരമായിട്ടും ഒരു യുദ്ധം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. എന്നാൽ ഇത്തവണ ട്രംപിന്റെ ഗ്രൂപ്പിൽ പലരും ചെറുപ്പക്കാര്, 30-40കളിലുള്ള ചെറുപ്പക്കാര് അതിശക്തമായ തീവ്ര നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊരു ഉദാഹരണമാണ് പീറ്റ് ഹെഗ്സെത്ത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ക്രിസ്തീയ വിശ്വാസപ്രകാരമാണോ അത് മറ്റു മതങ്ങളുടെ വിശ്വാസപ്രകാരമാണോ, എന്തൊക്കെയോ ആർമഗഡൻ, വലിയ യുദ്ധങ്ങൾ സംഭവിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കേൾക്കാം. പക്ഷേ ഇത് നമ്മൾ വളരെയധികം സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നും മധ്യപൂർവേഷ്യയിലെ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്ന ജെറുസലം അതിൻ്റെ സെന്ററായിട്ട് വലിയ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞിരിക്കുന്നത് കുരിശ് യുദ്ധത്തിന് തയ്യാറാവാൻ. അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം. കുരിശ് യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്രിസ്ത്യാനികൾ, ഞാൻ പലപ്പോഴും വാദപ്രതിവാദങ്ങളിൽ ഇടപെട്ട് നമ്മൾ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ സമാധാനദാഹികളാണെന്ന് പറയുമ്പോൾ അതിനെതിർ ദിശയിലുള്ള വിമർശിക്കുന്നവർ പറയുന്നത് നിങ്ങളല്ലേ കുരിശ് യുദ്ധം തുടങ്ങിയെന്ന് പറയും. അത്തരം ഇതായിരുന്നു ജെറുസലം പിടിച്ചെടുക്കാൻ വേണ്ടി റിച്ചാർഡ് ഓഫ് ഇംഗ്ലണ്ട് പോയിട്ട ഒരു ചരിത്രമാണത്. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുമോ പീറ്റ് ഹെഗ്സെത്ത് എന്ന അമേരിക്കൻ പ്രതിരോധ മന്ത്രി വഴി എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു.